നൈറ്റ് ലൈവിൽ അപ്പൊ ശ്രീതു അർജുനോട് വഴക്കുണ്ടാക്കിയിട്ടാണ് പോയി കിട്ടുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇന്നലെ ഉച്ചയ്ക്കൊക്കെ അർജുൻ അപ്പൊ ശ്രീതുവിന്റെ പുറകെ ഓടിയിട്ട് ശ്രീതുവിന്റെ മേത്ത് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അർജുൻ ബാത്റൂമിൽ കയറി കഴിഞ്ഞിട്ട് ശ്രീതു അപ്പൊ ഡോറ് വലിച്ചു പിടിച്ചേക്കാണ് ശ്രീതു വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് അർജുൻ ശ്രീതുവിന്റെ മേത്തേക്ക് വെള്ളമൊക്കെ ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് അർജുൻ പോവാൻ തുടങ്ങും. അപ്പത്തേക്കും ശ്രീതുവിന്റെ മേത്ത് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് തിരിച്ച് ശ്രീതുവിന് ഒഴിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ശ്രീതുവിന് ദേഷ്യം വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ശ്രീതു പിന്നെ അർജുനെ മൈൻഡ് ചെയ്യില്ല. അർജുൻ ചോദിക്കുക എന്താ ശ്രീതു പറ്റിയേ, ഫീലായോ ശ്രീതു എന്നൊക്കെ 2-3 പ്രാവശ്യം അർജുൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രീതു ഒന്നും മിണ്ടില്ല. അന്ന് നീ ഒഴിച്ചോ, ഞാൻ നിന്ന് തരാന്നൊക്കെ പറയും. അന്നാവാ ഞാൻ ഒഴിക്കാന്നും പറഞ്ഞിട്ടായിട്ട് ശ്രീതു അർജുനെ വിളിക്കും. അപ്പൊ അർജുൻ ശ്രീതുവിനെ പറ്റിച്ചിട്ട് പറയും വേണ്ട ഒഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ പോവും. അപ്പൊ ശ്രീതു പറയുന്നത് നിന്നോട്ടോ അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അർജുൻ പിന്നെ ശ്രീതു എന്നൊക്കെ ചെന്ന് വിളിച്ചിട്ട് പിന്നെ ശ്രീതു മൈൻഡ് ഒന്നും ചെയ്യില്ല. ശ്രീതു അത് കഴിഞ്ഞിട്ട് അർജുനോട് വഴക്ക് കൂടിയിട്ടാണ് ആയിട്ട് രാത്രി പോകുന്നത്. ശ്രീതു ഓൾറെഡി അർജുനായിട്ട് സംസാരിച്ചപ്പോൾ ഇന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു, എന്നെ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് തിരിച്ചു ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമാണെന്നൊക്കെ ഉള്ള രീതിയിൽ. കാരണം അർജുൻ എന്തോ പട്ടി എന്ന് പറയും തെണ്ടി എന്നൊക്കെ ശ്രീതോടെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീതു പറയുന്നുണ്ടെന്ന് ഒരടിയാന്ന് ഞാൻ ഡബിൾ ആയിട്ട് തരും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ശ്രീതോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ശ്രീതുവിനെ ഇപ്പൊ തിരിച്ച് വെള്ളം ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ശ്രീതു വിഷമിച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് ആയിട്ട് പോയേക്കണത്. അർജുനെ പിന്നെ മൈൻഡ് ചെയ്തിട്ടില്ല, അങ്ങനെയാണ് പോയി കിടക്കുന്നത്.